നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സും പിന്നെ ബാക്കി നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാരൊക്കെ പുറത്തു പോയി എൻജോയ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങോട്ടും പോകണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഇങ്ങനെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരോ നാട്ടുകാരോ സ്വന്തം വീട്ടുകാരോ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നീ എന്താണെന്ന് പുറത്തേക്കെങ്കിലും പോവാത്തത്, നിനക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, നീ എന്തിനാണ് ഈ മുറിക്കുള്ളിൽ ഇങ്ങനെ അടങ്ങി കുത്തിയിരിക്കുന്നത്, നീ ഒന്ന് പുറത്തൊക്കെ പോകാൻ നോക്ക്, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ നോക്ക് എന്നുള്ളത്. സത്യത്തിൽ എപ്പോഴും ഈ വീട്ടിൽ തന്നെ മുറിക്കുള്ളിലിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണുള്ളത്? സത്യത്തിൽ അവർക്ക് വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? ഈ ഒരു സംഭവത്തെ പറ്റി നമുക്ക് നോക്കാം. മനഃശാസ്ത്രജ്ഞരും ഗവേഷകരൊക്കെ പറയുന്നത് ഇതിനൊക്കെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. അതായത് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാർ, മുറിക്കുള്ളിലിരിക്കുന്ന ആൾക്കാർ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരും അവരുടെ ജീവിതത്തെ കാണുന്നത് വേറിട്ടൊരു രീതിയിലായിട്ടുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുടെ സൈക്കോളജിയെ കുറിച്ചാണ്. അവരുടെ ജീവിതം എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നും അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ബഹളങ്ങളും തിരക്കുകളും സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷനുകളൊക്കെ നിറഞ്ഞൊരു ജീവിതത്തിലാണ്. ഇങ്ങനത്തെ പല രീതിയിലുള്ള അനാവശ്യ ശബ്ദങ്ങൾ നമ്മുടെ തലച്ചോറിനെ എപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില ആളുകളുടെ നെർവസ് സിസ്റ്റം വളരെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ളവരുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പുറത്ത് നടക്കുന്ന ബഹളങ്ങളും ഒച്ചപ്പാടുകളൊന്നും എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്ന് വരില്ല. അതവരിൽ ഒരു അസ്വസ്ഥതയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വീടെന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമല്ല, മറിച്ച് അവരുടെ പുറത്തെ ഈ ഒരു അനാവശ്യ ബഹളങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു സുരക്ഷാ കേന്ദ്രമായിട്ടാണ് അവരുടെ വീടിനെ കാണുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും റൂമിലിരിക്കുന്നത് ഒരു ഒളിച്ചോടലല്ല, അവരുടെ നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണ്. അവരുടെ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് മാസ്ക് ധരിക്കാതെ സ്വന്തം വ്യക്തിത്വം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇങ്ങനെയുള്ളവരൊക്കെ ഇൻട്രോവേർട്ടുകളാണ്, അവർക്ക് ഇങ്ങനെ പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, ആരോടും സംസാരിക്കാൻ പറ്റില്ല, ഇവര് ശരിക്കും വളരെ ഭീരുക്കളാണ് എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ ഈ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ആൾക്കാരെ പേടിയുള്ള ഒരവസ്ഥയല്ല. ഒരു എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ആൾക്കാരോട് ഇടപഴകി എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ പുറം ലോകമായിട്ടൊക്കെ ഭയങ്കര ബന്ധമായിട്ട് നടക്കുമ്പോഴാണ് അവർക്ക് എനർജി ബൂസ്റ്റ് ആവുന്നത്. എന്നാൽ ഈ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അവർക്ക് ഇതേപോലെ പുറത്തിറങ്ങി നടന്ന് ആൾക്കാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി നേരെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് എനർജി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കുക തന്നെ വേണം. മറ്റുള്ളവരുടെ മുഖഭാവങ്ങൾ, സംസാര രീതികൾ, അവരുടെ മൂഡ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇമോഷണലി ഇന്റലിജൻസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ഈ ഇൻട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു പോയി വരുമ്പോൾ അവരുടെ എനർജി ലോ ആവും. അതൊന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വീടിൻ്റെ ഉള്ളിലോ മുറിൻ്റെ ഉള്ളിലോ ഒറ്റയ്ക്കിരിക്കുക തന്നെ വേണം. ചെറുപ്പകാലത്ത് വലിയ രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ കണ്ട് വളർന്നവർ, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ വന്നവർ, അതുപോലെ തന്നെ ആരുടെയെങ്കിലൊക്കെ ആജ്ഞയ്ക്ക് അനുസരിച്ച് മാത്രം ജീവിച്ചു വന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു അതിജീവനത്തിന്റെ പാതയിലൂടെയാണ് ശരിക്കും കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വീടെന്ന് പറയുന്നത് അവരുടെ ഒരു രാജ്യമാണ്. എന്ത് പാട്ട് കേൾക്കണം, അവരുടെ റൂം എങ്ങനെ അലങ്കരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം, ഇനി ആര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ മുറിയിലേക്ക് ആര് കയറണം എന്ന് വരെ തീരുമാനിക്കുന്നത് അവരാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യത്തിന്മേൽ തങ്ങൾക്ക് നിയന്ത്രണവും അധികാരവും ഒക്കെ കിട്ടുന്നത് അവരനുഭവിക്കുന്നത് അവരുടെ റൂമിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അവരുടെ ആ വീടിനകത്താണ്. അത് അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പുറം ലോകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. പലതരം ഗോസിപ്പ് പറയുന്ന ആൾക്കാർ, ചിലര് അഹങ്കാരം കാണിക്കുന്ന ആൾക്കാർ, മറ്റു ചിലര് അസൂയയും കുശുമ്പൊക്കെ നിറങ്ങിയ ആൾക്കാർ, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് കാണാറുണ്ട്. ഈ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ അനാവശ്യ സോഷ്യൽ ഡ്രാമകൾ കാണാൻ ഇഷ്ടമുണ്ടാവില്ല. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കാനും സാധിക്കില്ല. മറ്റുള്ളവരുടെ ഇങ്ങനത്തെ പൊള്ളയ വർത്താനങ്ങളൊക്കെ കേൾക്കുന്നതിലും അവർക്കിഷ്ടം അവരുടെ റൂമിലിരുന്ന് ഒരു സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ ഇനി ഒരു പുസ്തകം വായിക്കാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ അവരുടെ മാനസിക സമ്മർദ്ദം നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ലോകത്തിലെ പ്രശസ്തമായ എഴുത്തുകാർ, കലാകാരന്മാർ, ബിസിനസ്സുകാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതലും വീടിൻ്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങി എല്ലാവരോടും ഇടപഴകുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് നല്ല നല്ല മേഖലയിൽ എത്താനും ഒരുപാട് കഴിവുള്ള ആൾക്കാരുമായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ശാന്തമാവുകയും നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ ചിന്തിച്ചെടുക്കാനും പറ്റും. നിങ്ങളുടെ ബലഹീനതകൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ലോകത്തോട് മത്സരിക്കാൻ എല്ലാവരും പല രീതിയിൽ ഓടുന്ന സമയത്ത് ഇങ്ങനത്തെ ഹോം ബോഡികൾ തങ്ങൾക്കായി ഒരു പ്രത്യേക ലക്ഷ്യം അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനോടെങ്കിലും ഒളിച്ചോടുകയാണോ
അല്ലെങ്കിൽ നമ്മുടെ ഈ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ വീടിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ചില സമയങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മളെ പൂട്ടിയിടുന്ന ഒരു തടവറയായിട്ട് മാറാറുണ്ട്. നിങ്ങൾക്ക് പുറം ലോകത്തെയും ആളുകളെയും ഒക്കെ നേരിടാനുള്ള ഒരു ഭയം കൊണ്ടാണോ നിങ്ങൾ വീടിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് ഒന്ന് സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസമാധാനം കളയാതെ നിങ്ങളുടെ സമാധാനം നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും നീ എന്താണ് എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, നിങ്ങൾ പുറത്തേക്ക് വാ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജനിച്ചവരല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ഞാൻ ഓക്കെ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയി ഭയങ്കര എൻജോയ് ചെയ്യുന്ന പോലെ അഭിനയിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നല്ലത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കാര്യം ചോദിക്കുക. എൻ്റെ നെർവസ് സിസ്റ്റത്തിന് ഇപ്പോൾ എന്താണ് ആവശ്യം? ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണോ എനിക്ക് കൂടുതൽ സമാധാനവും എനിക്ക് കൂടുതൽ എൻ്റെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറിക്കുള്ളിൽ ഇരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഹോം ബോഡിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കാനാണോ ഇഷ്ടം? നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയാണോ ഫേവറേറ്റ്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്